നാളെ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യനോടുള്ള ഇൻട്രസ്റ്റ് ഗവൺമെൻറ് കുറച്ച് കഴിഞ്ഞാൽ US ഇനി ഇന്ത്യനായിട്ടൊരു ട്രേഡ് വാറിന് വരെയാണ്. ഇവിടുത്തെ IT കമ്പനികൾക്ക് ഭയങ്കര താരിഫ് ഏർപ്പാടാക്കുകയാണ്. ഡെഫിനറ്റ്ലി IT കമ്പനികൾ ഇന്ത്യയിൽ മോശം പെർഫോമൻസ് നടത്തും. ചില ബിഗിനിങ് ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ഇങ്ങനത്തെ പറഞ്ഞ സെക്ടറൽ ഫണ്ടിലൊക്കെ 20 ലക്ഷം 30 ലക്ഷം ഒരുമിച്ച് പൈസ കൊണ്ടിട്ട് കാണാറുണ്ട്. ദാറ്റ്സ് എ ബിഗ് റിസ്ക്. എന്നെ പോലത്തെ ഇൻവെസ്റ്റർക്ക് അത് ചിലപ്പോൾ ഇഷ്ടമായിരിക്കില്ല. പക്ഷേ ചില ആൾക്കാർക്ക് മൊമെൻറ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടമാവാം. ചിലപ്പോൾ ഒരു കമ്പനി മോശമായിട്ട് പെർഫോം ചെയ്യുന്നത് എൻ്റെ ഫണ്ട് മോശമായിട്ട് പെർഫോം ചെയ്യും. ഇപ്പം മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരുപാട് ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ഒരുപാട് ആളുകൾ ഇപ്പോൾ അതിനായിട്ട് ഒരു മുന്നോട്ടേക്ക് വരുന്നുണ്ട്. പക്ഷേ അവർക്കുള്ളൊരു സംശയം എങ്ങനെ ബെസ്റ്റ് ആയിട്ടുള്ളൊരു മ്യൂച്വൽ ഫണ്ടിനെ കണ്ടെത്താം, അല്ലെങ്കിൽ അതിലെങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതായിരിക്കും. അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? അല്ല, ബെസ്റ്റ് മ്യൂച്വൽ ഫണ്ട് കണ്ടെത്താന്ന് പറഞ്ഞാൽ അത് കൂടുതലും ഫസ്റ്റ് ഓഫ് ഓൾ ഒരാൾക്കും എങ്ങനെ മ്യൂച്വൽ ഫണ്ട് കണ്ടെത്താമെന്ന്, അല്ലെങ്കിൽ ഏത് മ്യൂച്വൽ ഫണ്ടാണ് ബെസ്റ്റ് എന്നൊരു ചോദ്യം ഉണ്ടെങ്കിൽ അതിനർത്ഥം ആൾ സ്വന്തമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്നുള്ളതാണ്. ആളൊരു അഡ്വൈസറിൻ്റെ ഹെൽപ്പ് എടുത്തിട്ട് ചെയ്യാന്നുള്ളതാണ് ഫസ്റ്റത്തെ കാര്യം. ഇനി ഒരു അക്കാഡമിക്കൽ ഇൻട്രസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാവുന്ന കാര്യത്തിൽ ഒന്ന് കുറച്ച് ആ ഫണ്ടിൻ്റെ ഒരു ക്വാളിറ്റി നോക്കാം. ഒന്ന് ആരാണ് ആ ഫണ്ട് ഇറക്കുന്നത്, ആ കമ്പനിയുടെ ക്വാളിറ്റി നോക്കാം. ആ കമ്പനി എത്ര നാളായിട്ട് ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്നുള്ളത് നോക്കാം. അതേമാതിരി ഈ പർട്ടിക്കുലർ ഫണ്ട് എത്ര കാലമായിട്ട് മാർക്കറ്റിലുണ്ടെന്ന് നോക്കാം. ഒരു മിനിമം ഇപ്പോൾ പറഞ്ഞെങ്കിൽ ഒരു 5 വർഷം എങ്കിലും ട്രാക്ക് റെക്കോർഡുള്ളൊരു ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് തയ്യാറാവും. അതേമാതിരി ആ ഫണ്ട് മാനേജർ, പർട്ടിക്കുലർ ഫണ്ട് മാനേജർ എത്ര കൊല്ലമായിട്ട് ആ ഫണ്ട് മാനേജ് ചെയ്യുന്നുണ്ടെന്നുള്ളത് നോക്കാം. അപ്പോൾ ഇത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഒരു കുറച്ച് കാലമായിട്ട് മാർക്കറ്റിലുള്ള എങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ട് റിട്ടേൺ തന്നിട്ടുണ്ട് നോക്കാം. പിന്നെ ഈ ഫണ്ട് ഏത് കാറ്റഗറിയിലാണ് ഉള്ളത് നോക്കാം. എന്നിട്ട് ആ പിയർ ഗ്രൂപ്പിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഹൗ ദിസ് ഫണ്ട് ഈസ് പെർഫോമിങ് എന്നുള്ളത് നമുക്ക് നോക്കാനായിട്ട് പറ്റും. പിന്നെ ഇനീഷ്യൽ ടൈമിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും നമുക്കൊരു ക്ലിയർ പിക്ചർ ഉണ്ടാവണം ഏത് ടൈപ്പ് ഓഫ് ഫണ്ട്. ഇപ്പോൾ വലിയ കമ്പനികൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ലാർജ് ക്യാപ്പ്, മിഡ് സൈസ് കമ്പനി ആണെങ്കിൽ മിഡ് ക്യാപ്പ്, സ്മോൾ സൈസ് കമ്പനികളാണെങ്കിൽ സ്മോൾ ക്യാപ്പ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നോക്കാം. അതിൽ ഇപ്പോൾ എസ്പെഷ്യലി ന്യൂ ബിഗിനറാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒത്തിരി NFOs ഒക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സെക്ടറിൽ ഇൻവെസ്റ്റ് ചെയ്യണം, ഏതെങ്കിലും പർട്ടിക്കുലർ തീമിൽ ഇൻവെസ്റ്റ് ചെയ്യണത്. അപ്പോൾ കേൾക്കാനൊക്കെ നല്ലൊരു രസമായിരിക്കും. ഇപ്പോൾ പറയും നമ്മളൊരു മാനുഫാക്ചറിങ്, ഇപ്പോൾ മേക്ക് ഇൻ ഇന്ത്യയാണ് മാനുഫാക്ചറിങ് എന്ന് പറഞ്ഞിട്ടൊരു തീമിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയാം. ഇപ്പോൾ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ തീമിൻ്റെ പുറകെ പോകരുത്. കാരണം അത് ഇറ്റ്സ് റിസ്കി. നാളെ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യനോടുള്ള ഇൻട്രസ്റ്റ് ഗവൺമെൻറ് കുറച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ഇതിൽ വരുന്ന എല്ലാ ഫണ്ടുകളും മോശമായിട്ട് പെർഫോം ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് ഇന്ത്യനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര നല്ലൊരു കാര്യമാണ്. IT കമ്പനികൾ വളരെ നല്ലൊരു പോസിറ്റീവാണെന്ന് നമുക്ക് പറയാം. പക്ഷേ ഇപ്പോൾ US ഇനി ഇന്ത്യനായിട്ടൊരു ട്രേഡ് വാറിന് വരെയാണ്. ഇവിടുത്തെ IT കമ്പനികൾക്ക് ഭയങ്കര താരിഫ് ഏർപ്പാടാക്കുകയാണ്. ഡെഫിനറ്റ്ലി IT കമ്പനികൾ ഇന്ത്യയിൽ മോശം പെർഫോമൻസ് നടത്തും. അപ്പോൾ ഇത്തരം കമ്പനിയിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു മ്യൂച്വൽ ഫണ്ട് ഉണ്ടെങ്കിൽ ഇഫ് യു ആർ ഇൻവെസ്റ്റിംഗ് ഇൻ ദാറ്റ് ഹാസ് ദിസ് റിസ്ക്. അപ്പോൾ നമ്മൾക്ക് നോക്കണം, നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ മൊത്തമായിട്ട് ഇത്തരം ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യണം. കാരണം പല ആൾക്കാരും ചിലപ്പോൾ ചില ടൈമിൽ റിട്ടേൺ കാണുമ്പോൾ ഇങ്ങനത്തെ തിമാറ്റിക് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാർക്ക് താല്പര്യമായിരിക്കും. ഈവൻ പലപ്പോഴും ഞാൻ ചില ബിഗിനിങ് ഇൻവെസ്റ്റേഴ്സൊക്കെ തന്നെ ഇങ്ങനത്തെ പറഞ്ഞ സെക്ടറൽ ഫണ്ടിലൊക്കെ 20 ലക്ഷം 30 ലക്ഷം ഒരുമിച്ച് പൈസ കൊണ്ടിട്ട് കാണാറുണ്ട്. ദാറ്റ്സ് എ ബിഗ് റിസ്ക്. അപ്പോൾ അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. പിന്നെ ഏതൊക്കെയാണ് ഫണ്ടെന്ന് നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ ബേസിക്കായിട്ട് നോക്കുക ആ പർട്ടിക്കുലർ ഫണ്ട് ഇതിൻ്റെ അകത്ത് എത്രമാത്രം സ്റ്റോക്കുകൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ആ സ്റ്റോക്ക് എത്രമാത്രം ഫണ്ട് മാനേജർ റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ചില ഫണ്ട് മാനേജേഴ്സ് ഭയങ്കരമായിട്ട് റൊട്ടേറ്റ് ചെയ്യണ ഫണ്ട് മാനേജേഴ്സ് ആയിരിക്കും, ചില ആൾക്കാർ അധികം റൊട്ടേറ്റ് ചെയ്യാത്തായിരിക്കും. അപ്പോൾ നമുക്ക് ഏത് ടൈപ്പ് ഫണ്ടിനാണ് താല്പര്യം? ഇപ്പോൾ ചിലപ്പോൾ ആസ് എ ഇൻവെസ്റ്റർ എനിക്കിഷ്ടം അധികം റൊട്ടേറ്റ് ചെയ്യാത്ത ഫണ്ടുകളാണ്. അതിനർത്ഥം ഫണ്ട് മാനേജർക്ക് ആ ഇൻവെസ്റ്റ് ചെയ്ത കമ്പനികളിൽ കൺവിക്ഷൻ ഉണ്ടെന്നാണ് അതിനർത്ഥം. അല്ലെങ്കിൽ പെട്ടെന്ന് മാറ്റിക്കൊണ്ടിരിക്കാൻ ചിലപ്പോൾ അവർ പെട്ടെന്ന് പ്രോഫിറ്റ് മാറ്റിക്കും. ചില ആൾക്കാർക്ക് മൊമെൻറ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്നെപ്പോലത്തെ ഇൻവെസ്റ്റർക്ക് അത് ചിലപ്പോൾ ഇഷ്ടമായിരിക്കില്ല. പക്ഷേ ചില ആൾക്കാർക്ക് മൊമെൻറ്റം ഫോളോ ചെയ്യുന്ന ആൾക്കാരെ ഇഷ്ടമാവാം. അപ്പോൾ അത് നമ്മൾ തീരുമാനിച്ചിട്ട് അത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ ചില റിസ്ക് പലപ്പോഴും ഉണ്ടാവുന്ന വെച്ചാൽ കോൺസെൻട്രേഷൻ റിസ്ക് ഭയങ്കരമായിട്ട് അവോയ്ഡ് ചെയ്യണം. കാരണം ഇപ്പോൾ ചില ഫണ്ടിൽ ചില നല്ല പെർഫോമിങ് തരുന്ന ഫണ്ടായിരിക്കും. അപ്പോൾ അതിൽ ടോപ്പ് 10 കമ്പനിയിലായിരിക്കും അവരുടെ 70% അല്ലെങ്കിൽ ഒരു 80% പൈസ ഇൻവെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഡെഫിനറ്റ്ലി ആ 10 സ്റ്റോക്ക് നന്നായിട്ട് പെർഫോം ചെയ്യുമ്പോൾ ഈ ഫണ്ട് നന്നായിട്ട് പെർഫോം ചെയ്തിരിക്കും. ഇതിലുള്ള റിസ്ക് എന്താ? ഇതിലെ 10 കമ്പനികളിൽ പെർഫോം ചെയ്യാണ്ടിരിക്കുന്നതിൽ ഈ ഫണ്ട് ഭയങ്കരമായിട്ട് താഴെ പോകും. ചിലപ്പോൾ ഒരു കമ്പനി മോശമായിട്ട് പെർഫോം ചെയ്യുന്നത് എൻ്റെ ഫണ്ട് മോശമായിട്ട് പെർഫോം ചെയ്യും. അപ്പോൾ ഇത്തരം റിസ്കുകൾ ഭയങ്കരമായിട്ട് നമുക്ക്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കുറേ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ
അത്യാവശ്യം നമുക്കൊരു ഫണ്ട് കണ്ടെത്താനായിട്ട്. ഇനി അതല്ലാതെ വേറെ ഒത്തിരി പാരാമീറ്റേഴ്സ് നമുക്ക് പറയാം. എപ്പോഴും നല്ലത് ഇപ്പോൾ ഏറ്റവും പുതിയ ഇൻവെസ്റ്റേഴ്സ് എപ്പോഴും ചെയ്യണ കാര്യമാണ് 10 രൂപയുള്ളൂ അല്ലെങ്കിൽ യൂണിറ്റിൻ്റെ വില കുറവാണ് എന്ന് ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറയും. അതിൽ വലിയ കഥയില്ല. ഇപ്പം നമ്മൾ യൂണിറ്റ് വില കൂടിയാലും നല്ല ട്രാക്ക് റെക്കോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വിശ്വസിച്ചിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ 10 രൂപയുടെ യൂണിറ്റ് വില ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ മ്യൂച്വൽ ഫണ്ടിന് 10 രൂപയുള്ളൂ. വേറെ മ്യൂച്വൽ ഫണ്ട് 1000 രൂപ ഉണ്ടെന്ന് തുടങ്ങി അതിനർത്ഥം അതിന് 1000 രൂപ ഉണ്ട് പഴയ ഫണ്ടിന്. അപ്പോൾ അത്രയേ ഉള്ളൂ അതിൻ്റെ ഒരു വ്യത്യാസം. ഈ 1000-ന്നായാലും 10-ന്നായാലും ഇനി എത്ര % അപ്രീസിയേഷൻ കിട്ടുന്നതനുസരിച്ചാണ് നമ്മുടെ ഫണ്ട് വളരാൻ പോണത്. അതിനോട് 10 രൂപ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഫണ്ട് വളരുന്നില്ല. അപ്പോൾ 10 രൂപ 20 രൂപ ആയിട്ട് സമയം എടുക്കും. അതേമാതിരി തന്നെ 1000 രൂപ ഉള്ളത് 2000 രൂപ ആയിട്ട്. അപ്പോൾ ഈ പെർസെൻറ്റേജ് വ്യത്യാസം ഒന്നും സംഭവിക്കാം. അപ്പോൾ അത് കണ്ടിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താൽ തന്നെ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് നല്ലതായിരിക്കും. ഇതിൽ എനിക്കൊരു പെട്ടെന്നൊരു ഫോർമുല പറയാനില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞ ഓരോ കാര്യങ്ങളും ചെക്ക് ചെയ്തിട്ട് അത് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇൻവെസ്റ്റ് എക്സ്പീരിയൻസ് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഓക്കെ.